ഹലോ ഗെയ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ വ്ളോഗൊക്കെ ഇടുന്നത്. ഇന്നത്തെ ദിവസം സ്പെഷ്യലാണ്. കുഞ്ഞൂസിനെ ആദ്യമായിട്ട് അംഗനവാടി ചേർക്കുന്ന ദിവസമാണ്, പ്രവേശനോത്സവമാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് പിള്ളേർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. നല്ല മഴയുണ്ട്. അപ്പം മഴയത്ത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അംഗനവാടി. അപ്പോൾ നടന്നു പോകുന്ന ദൂരമൊക്കെ ഉള്ളൂ. മഴയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. നല്ല എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മഴയായിരുന്നു. രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ദോശയും പിന്നെ കറി ഉണ്ടാക്കി. എന്ത് കറിയാണ്? മുട്ടക്കറി ഉണ്ടാക്കി. കുഞ്ഞുവിന് അതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി അവന് മാത്രമായിട്ട്. രാവിലെ അംഗൻവാടി പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണ്ടേ. സാധാരണ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കാറില്ല. ഉച്ചയാവും കഴിക്കും രാവിലെ കൊടുത്തു തുടങ്ങിയാൽ. അപ്പോൾ ആളെ കുളിച്ച് റെഡിയാക്കി കുട്ടപ്പനാക്കി പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. പ്രാർത്ഥിച്ച് എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഞാനും ചേട്ടനും കൊച്ചും പിള്ളേർ രണ്ടുപേരും കൂടിയായിട്ട് ഞാൻ പോകുന്നത് കേട്ടോ. നടന്നു പോകുന്ന വഴിയുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവനെ നടത്തി കഴിഞ്ഞപ്പോൾ എടുക്കാമെന്നും പറഞ്ഞ് അവനെടുത്തു. കുഞ്ഞിപ്പെണ്ണിനെ ഞാനും എടുത്തു. കുഞ്ഞിപ്പെണ്ണൻ ചുന്ദരിയായിട്ട് ഒക്കെ തീറിയിരിക്കുന്നുണ്ട് ചേട്ടായിനെ കൊണ്ടുവന്നാക്കാൻ പോകാൻ. അപ്പോൾ ഈ പ്രവേശനോത്സവം ആയതുകൊണ്ട് ഇന്ന് എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളെ വിടും അവർ. ഇതാണ് അംഗനവാടി കേട്ടോ. കുറച്ച് ദൂരമുള്ളൂ, പക്ഷെ ഒരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട്. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ പിള്ളേരെ അടുത്തോട്ട് കയറ്റം കയറി പോകുമ്പോൾ ഇച്ചിരി ഒന്ന് അണയ്ക്കും. 11 മണിക്കാണ് ഫംഗ്ഷൻ പറഞ്ഞേക്കണം. എന്നാലും 10:30 ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അവർ. 10:30 പിള്ളേരൊക്കെ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ പരിപാടികളുണ്ട്. അവർ ഫുൾ അലങ്കരിച്ചിട്ടുണ്ട്. തോരണമൊക്കെ തൂക്കിയിട്ടുണ്ട്. ബലൂണൊക്കെ വെച്ച് അകത്തൊക്കെ ഫുൾ പരിപാടിയിലായിരുന്നു. പക്ഷെ ചെറിയൊരു അംഗനവാടിയുടെ ഹോളാണ്. അപ്പോൾ കുറച്ച് കൺജഷൻ ഉണ്ട്. പിള്ളേരുടെ ഫോട്ടോയൊക്കെ എടുത്ത് അവർ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അംഗനവാടി ടീച്ചർ. പിള്ളേരും അവരുടെ അമ്മമാരും ഒക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. ഉണ്ടോ? പിള്ളേരെ നോക്കാൻ നിൽക്കുന്ന ഹെൽപ്പർ ചേച്ചിയാണ് കേട്ടോ അത്. ഇതാണ് ടീച്ചർ. ഇപ്പോൾ എല്ലാവരും ഇവിടെ നേരത്തെ ഉള്ള പിള്ളേരും പുതിയ പിള്ളേരും എല്ലാവരും ഉണ്ട്. ഇപ്പോൾ കുഞ്ഞൂസിന് ആദ്യം കയറിയപ്പോൾ കുഴപ്പമുണ്ടായില്ല. പിന്നെ ആൾ ചെറുതായിട്ടൊന്ന് അലമ്പായി തുടങ്ങി. കുറച്ച് നേരം മിഠായിയൊക്കെ കൊടുത്ത് ഇച്ചിരി നേരം കസേരം ഇരിക്കുക. അവർ കുറേ നേരം ഇരിക്കാൻ പറയണം. പക്ഷെ അവൻ ഇച്ചിരി നേരം ഇരുന്നിട്ട് പിന്നെ എഴുന്നേറ്റ് പോയി. പിള്ളേരൊക്കെ ചിത്രശലഭത്തിൻ്റെ പോസ്റ്ററൊക്കെ ചെയ്യുന്ന നടുക്ക് നിർത്തി പിള്ളേരൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വാർഡ് മെമ്പർ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രവേശനോത്സവത്തിൻ്റെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിള്ളേരെ പുറത്തുനിന്ന് ചെറിയൊരു ബാനറൊക്കെ പിടിച്ച് ഇങ്ങനെ ക്യൂ ആയിട്ട് വന്ന് അകത്തേക്ക് കയറ്റി. കുഞ്ഞൂസ് അലമ്പായി തുടങ്ങി കേട്ടോ. ഇച്ചിരി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കയറി ആകെ പിള്ളേർക്ക് ഡിസ്കംഫർട്ടായി. അപ്പോൾ അവന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവന് പിന്നെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആളൊന്നു ഓക്കെ. പിന്നെ ഓരോ പിള്ളേർക്കും ഒരു ഗിഫ്റ്റ് പാക്കറ്റും പൂവും മിഠായിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. കഴുത്തിലൊരു ചെറിയ ടാഗൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ ഫോട്ടോയൊക്കെ ഇട്ട്. അവൻ്റെ അടുത്തത് മേടിക്കാൻ പറഞ്ഞിട്ട് അവൻ മേടിക്കുന്നുണ്ടായില്ല. ഭയങ്കര മടിയായിരുന്നു മേടിക്കാൻ. കുറേ നേരം നീട്ടി പിടിച്ചുകൊണ്ട് നിന്നു. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് കൈ പിടിച്ചിട്ടാണ് ആളത് മേടിച്ചിട്ട് കേട്ടോ. ഗിഫ്റ്റ് ബോക്സിനകത്ത് ഒരു ബോളും ഒരു ക്രയോൺസൊക്കെയാണ്. ബോളിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ എവിടെയോ കാണാണ്ടായിപ്പം. കുഞ്ഞ് തൊപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനെ നിർത്തിയൊരു ഫോട്ടോ എടുക്കുന്നത് അവിടെ പുറത്ത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായില്ല. ഇഷ്ടമുള്ളവർക്ക് അവിടെ നിൽക്കുക. അങ്ങനെയാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.